എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം ഓണാശംസകൾ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ ഇന്നിനെക്കുറിച്ച് അറിയാനായിട്ട് നമുക്കൊരാഗ്രഹം വരുമല്ലോ. ഇന്നത്തെ വിശേഷം എന്താണ് എന്നൊന്ന് ഒരാകാംക്ഷ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഓണത്തിരക്കിലേക്ക് ഇറങ്ങാം. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 16-ാം തീയതി 1/9/2025, അതായത് സെപ്റ്റംബർ 1 ഇന്ന്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ഒരു ഉത്സവ വാര ആഘോഷമാണ്. ഓണമെന്ന് പറയുന്ന 10 ദിവസം നമുക്ക് വാരവും അധികരിച്ച് നിൽക്കുന്ന ഒരു ഉത്സവ കാലമാണ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. കാലാകാലങ്ങളായി കേരളീയർ ആഘോഷിച്ചു പോരുന്ന ഈ ഓണത്തിൻ്റെ അന്ന് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം ഒന്ന് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വിശേഷം അറിയാൻ താല്പര്യമുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് മേടക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. വളരെ സന്തോഷകരമായ പല കാര്യങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. അതേപോലെ ഇഷ്ടജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ, വിവാഹാദി കാര്യങ്ങൾക്കുള്ള ഒരു തീരുമാനമെടുക്കൽ, ദീർഘയാത്രയ്ക്കുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂല മറുപടി ലഭിക്കുന്നതാണ്. കല്യാണം നടക്കാൻ താമസമുള്ളവർക്ക്, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്ന് നല്ല ദിവസമാണ്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര നല്ല ദിവസമായി കാണുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നവർക്കും പ്രതികൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സ്വകാര്യ ബാങ്ക് അങ്ങനെ തുടങ്ങിയ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടവർക്കും ചെറിയ മങ്ങലാണ് ഇന്ന് കാണുന്നത്. പൊതുവെ സന്താനങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിലുമൊക്കെ വളരെ സന്തോഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ഇടവക്കൂറിലേക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സുഖാനുഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനായി എല്ലാവരും, സുഹൃത്തുക്കളും അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമൊക്കെ സഹകരിക്കുകയും ഗ്രഹാന്തരീക്ഷം വളരെ സമാധാനപരമായി കാണുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ഈശ്വരാധീനം വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഈശ്വരനോട് നന്ദി പറയുകയും അവരവരുടെ മതാചാരപ്രകാരം അല്ലെങ്കിൽ അവരവരുടെ ആചാരപ്രകാരം ഈശ്വരനെ ഭജിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ നക്ഷത്രഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നുവെങ്കിലും ചില ശാരീരിക ക്ലേശങ്ങൾ വന്നു ഭവിക്കാൻ ഇടയുണ്ട്. വാദപ്രകൃതമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കുമെന്ന് കരുതാം. എന്നാൽ ചില വൈഷമ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ വൈകുന്നേരം അവർക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. അധ്വാനം കുറയ്ക്കുക. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഓണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ടാകാം കഠിനാധ്വാനം മൂലം ക്ഷീണം കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ചില അനിഷ്ട സംഭവങ്ങൾ, മുറിവ്, ഒടിവ്, ചതവ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് പണപരമായ ഇടപാടുകളെല്ലാം മാറ്റിവെക്കുന്നത് നല്ലതാണ്.
ദൂരയാത്രയ്ക്കും ഇന്ന് നല്ല ദിവസമല്ല. എന്നാൽ വാഹനാദി കാര്യങ്ങൾ, വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരാം. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനുകൂലമായി കാണുന്നത്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മനസ്സുറ്റ് വിചാരിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ മാത്രം വരുന്നതായി കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ബിസിനസ് ചെയ്യുന്നവർക്കെന്ന് വളരെ നഷ്ടവും നിരാശയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. കച്ചവടമൊന്നും പ്രതീക്ഷിച്ച അത്രയും ലഭിക്കാൻ സാധ്യതയില്ല. 100 പ്രതീക്ഷിക്കുന്നിടത്ത് 65 കിട്ടാനായിട്ട് സാധ്യത. അതേപോലെ ചില ശാരീരിക ക്ലേശങ്ങളോ മുട്ടുവേദന, നടുവുവേദന തുടങ്ങിയതുമൊക്കെ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷയ്ക്കൊരു പരിഹാരം കാണുന്നുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കുടുംബ കലഹങ്ങൾ, കുടുംബഛിദ്രം അല്ലെങ്കിൽ വഴക്ക് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. അനാവശ്യ വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഏത് കാര്യവും നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ മാറ്റാവുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷനുള്ളവർ അത് മനസ്സുകൊണ്ട് വിചാരിച്ച് ഞാനിതിൽ നിന്ന് മോചിക്കപ്പെടണം എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടി മുൻപോട്ട് പോയാൽ വലിയ ആപത്തുകളൊന്നും കാണുന്നില്ല. ഏതെങ്കിലും വിപരീതമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് കേസ്, വഴക്ക്, കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പ്രവേശനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. അത് അനുകൂലമല്ല, പ്രതികൂലമാണ്. അതുകൊണ്ടാണ് ചിരിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, വഴക്കുകൾ ഒഴിവാക്കുക, സമാധാനത്തോടു കൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നി കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറുകാർക്ക് എങ്ങനെയാണ് ഫലമെന്ന് നോക്കുന്നതിന് മുമ്പ് അവരുടെ നക്ഷത്രങ്ങൾ നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില ഗുണാധിക്യമാണ് കാണുന്നത്. എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും, അതേപോലെ വൈവാഹിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരം കാണാനും, വിവാഹ തീയതി നിശ്ചയിക്കാനും ഒക്കെ ഒരു നല്ല ദിവസമാണ്. വിവാഹത്തെ സംബന്ധിച്ച് നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, തകരാറുകൾ പോലും ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. മുറിവ്, ഒടിവ്, ചതവ് ഒക്കെ പറ്റാനായി സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും പങ്കാളികൾക്ക് ചില പ്രയാസങ്ങൾ വന്ന് ചേരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ദൂരയാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂട്ടായ യാത്രയും വളരെ നിർബന്ധമായി ഒഴിവാക്കണം. അതേപോലെ ജലം വഴിയുള്ള റിക്രിയേഷൻസ്, അങ്ങനെയുള്ള കളികൾ, സന്തോഷമൊക്കെ ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. സ്നേഹമാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശാശ്വതമായിട്ടുള്ളതും എല്ലാത്തിനെയും തോൽപ്പിക്കാൻ പറ്റിയതുമായ ഒരു എനർജി. അതുകൊണ്ട് വളരെ സന്തോഷം മുഖത്ത് പ്രകടിപ്പിക്കുകയും വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം. എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രം നിറഞ്ഞതാണ്. എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അലട്ടിയേക്കാം. അതിനൊക്കെ പരിഹാരം താമസിയാതെ കണ്ടെത്തുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠ ഒരുവിധം പരിഹരിക്കപ്പെടും. സന്താനങ്ങൾക്ക് ദോഷമായൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട.
ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെങ്കിലും ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും കിട്ടുന്നത് നമ്മൾ ദിവസത്തിൻ്റെ അവസാനത്തോടു കൂടി ചെറിയ കലഹത്തിലേക്കോ സങ്കടത്തിലേക്കോ പരിഭവത്തിലേക്കോ സങ്കടത്തിലേക്കോ ഒക്കെ ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം സന്തോഷം ആഘോഷിക്കാൻ. ധാരാളം സമ്മാനങ്ങളെല്ലാം കിട്ടുന്ന ദിവസമാണ് ഇന്ന്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ഭാഗ്യം. സന്താനങ്ങളെ കാണുക, ദൂരെ പോയിരിക്കുന്ന സന്താനങ്ങൾ തിരിച്ചു വരിക, കുടുംബാംഗങ്ങളുമായിട്ട് കൂട്ടായ്മയോടുകൂടി ഇരിക്കുക, ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ വളരെയധികം കാണുന്നു. ബിസിനസ്സുകാർക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. ലാഭം ആനുപാതികമാണ്. 100 പ്രതീക്ഷിക്കുന്നവർക്ക് 65 ലഭിക്കുക. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇത് ബാധകമാണ്. അതേപോലെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ചില സഹായഹസ്തങ്ങൾ നീണ്ടുവരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് നടന്നില്ലെങ്കിലും പ്രതീക്ഷ കൈവരുന്നതാണ്. ഗുരുജനങ്ങളെ കണ്ടുമുട്ടുകയും ആശ്വാസവാക്കുകൾ ലഭിക്കുകയും മനസമാധാനം കിട്ടുകയും ചെയ്യാനായി സാധ്യതയുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരെ നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ദീർഘയാത്രയ്ക്കായി ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. ബന്ധുക്കളോ അടുത്ത മിത്രങ്ങളോ കടപ്പാടുള്ളവരോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാനും അവർക്ക് സൽക്കാരം ഒരുക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും ദുഃഖങ്ങളൊക്കെ മറക്കാനുമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ ആയുധം കൊണ്ട് ജോലിയെടുക്കുന്നവർക്ക്, തീ കൊണ്ട് ജോലിയെടുക്കുന്നവർക്കൊക്കെ പൊള്ളലേൽക്കാനും മുറിവേൽക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലായി കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം. മകരക്കൂറിൽ ജനിച്ച അല്ലെങ്കിൽ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് യാതൊരു വിധത്തിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ലാഭമോ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. വളരെ ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗാതി ദുരിതങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ്. സാമ്പത്തികമായി ഇപ്രകാരം തന്നെ തുടരുന്നതാണ്. പ്രതീക്ഷകൾ കൈവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഔഷധം. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലം തന്നെയാണ്. എന്നാൽ അടുത്ത ബന്ധുക്കൾക്ക് ചിലർക്ക് അസുഖങ്ങൾ വരികയും മനസ്സിനൊരു ക്ലേശമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഏതായാലും ഈ ഓണക്കാലം സന്തോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് സന്തോഷം വരുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്താൽ വളരെ ആഹ്ലാദപരമായൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സ്നേഹം വളരെ അത്യാവശ്യമായൊരു ഘടകമാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, ചെപ്പിലിട്ട് അടച്ചു വയ്ക്കാനുള്ളതല്ല. സ്നേഹപ്രകടനത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ സ്നേഹവും സഹകരണവും ലഭിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ആകാംക്ഷ ഉള്ളവർക്ക് ഉത്കണ്ഠപ്പെടേണ്ടതില്ല. സന്താനങ്ങൾക്കെല്ലാം നല്ല ദിവസമായിരിക്കുമെന്ന്. ചിലവ് കൂടുന്ന ദിവസമാണ് എന്നതൊഴിച്ചാൽ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ ഗ്രഹം മോടി പിടിപ്പിക്കാനോ മറ്റോ സാമ്പത്തികമായി ധനം ഉണ്ടാക്കേണ്ടതായി, റേസ് ചെയ്തേണ്ടതായി കാണുന്നു. അതിനൊക്കെ അനുകൂലമായ സാഹചര്യം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള തുക അതിന് വിഷമിക്കുമ്പോൾ അത് ആരുടെയെങ്കിലും സഹായത്താൽ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ദൂരയാത്രയ്ക്ക് ഉള്ള അല്ലെങ്കിൽ ദൂരദേശത്തുള്ള ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടിയാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിനോ മറ്റോ ശ്രമിക്കുന്നവർക്കും അനുകൂലമായൊരു കാലമായിരിക്കും.
മൊത്തത്തിൽ എല്ലാ തൊഴിലും ചെയ്യുന്നവർക്കും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും ഇതേ സമയത്ത് ഒരുമിച്ച് ചേരാം. അതുവരെ നിങ്ങളെല്ലാവരും ഈശ്വരാനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി കർമ്മനിരതരാകുക. നിങ്ങളുടെ അവരവരുടെ ജോലിയെല്ലാം ചെയ്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുക. വേറെ ഒരു ബുദ്ധിമുട്ടുകളും പ്രത്യേകമായി അപകടങ്ങളോ ആപത്തുകളോ ഒന്നും ആർക്കും കാണുന്നില്ല. 7.5 ശനി കണ്ടകശനിയൊക്കെ ഉള്ളവർ ശാസ്താക്ഷേത്രത്തിൽ പോവുകയും ശാസ്താവിന് 7 പ്രദക്ഷിണം വയ്ക്കുകയും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ഒക്കെ ചെയ്താൽ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.